യുദ്ധ സാങ്കേതിക വിദ്യയിൽ ക്ലീൻ എനർജി സൊല്യൂഷൻസ് ഉൾക്കൊള്ളിക്കുന്നതിന്റെ സൂചന നൽകുകയാണ് ചൈന. മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് ചൈനയുടെ PLA ക്ലീൻ എനർജി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു. അതെ, പീപ്പിൾസ് ലിബറേഷൻ ആർമി ക്ലീൻ എനർജി സൊല്യൂഷൻസിനായി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൈനീസ് ശാസ്ത്രജ്ഞർ ഒരു ആണവ ഹൈഡ്രജൻ ബോംബ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. തായ്വാനിലേക്കുള്ള US-ന്റെ വർദ്ധിച്ചുവരുന്ന പ്രതിരോധ പിന്തുണയും അതുപോലെ ദക്ഷിണ ചൈന കടലിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ കുതന്ത്രങ്ങൾക്കിടയിലുമാണ് ഈ ഒരു നീക്കം. അണ്ടർ വാട്ടർ ആയുധ സംവിധാനങ്ങളിലെ പ്രവർത്തനത്തിന് പേരുകേട്ട ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ അഥവാ CSSC 705 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഈ 2 കിലോഗ്രാം ഭാരമുള്ള ബോംബ്. പരമ്പരാഗത ന്യൂക്ലിയർ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബോംബിൽ മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ബേസ്ഡ് ആയ സോളിഡ് സ്റ്റേറ്റ് ഹൈഡ്രജൻ സ്റ്റോറേജ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. ഇത് പ്രഷറൈസ്ഡ് ടാങ്കുകളേക്കാൾ കൂടുതൽ ഹൈഡ്രജൻ സംഭരിക്കാൻ പ്രാപ്തമാണ്. ഒരു കൺട്രോൾഡ് ഫീൽഡ് പരീക്ഷണത്തിലൂടെയായിരുന്നു പരീക്ഷണം നടന്നത്. ആണവ വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വിനാശകരമായ കെമിക്കൽ ചെയിൻ റിയാക്ഷൻസ് സൃഷ്ടിക്കും ഈ ഒരു ബോംബ്. ഒരിക്കൽ സജീവമാക്കിയാൽ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വളരെ വേഗത്തിൽ തെർമൽ ഡീകമ്പോസിഷന് അഥവാ താപവിഘടനത്തിന് വിധേയമാകുന്നു. തുടർന്ന് ഹൈഡ്രജൻ വാതകം റിലീസ് ആകുന്നു. ഇത് 1000 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള ഒരു ഫയർബോൾ സൃഷ്ടിക്കുന്നു. ഈ ഫയർബോൾ 2 സെക്കൻഡിലധികം നേരം ജ്വലിക്കുന്നു. തുല്യമായ TNT സ്ഫോടനങ്ങളെക്കാൾ 15 മടങ്ങ് കൂടുതലാണ് ഇഫക്റ്റ്. ഈ ഒരു ജ്വലനം വ്യാപകമായ തെർമൽ ഡാമേജിന് കാരണമാവുകയും ചെയ്യുന്നു. അലുമിനിയം അലോയ്കൾ ഉരുക്കാൻ വരെ പ്രാപ്തമായ ഇഫക്റ്റാണിത്. കൂടാതെ സ്ഫോടന തീവ്രതയിൽ കൃത്യമായ നിയന്ത്രണം അനുവദിക്കുകയും ഒപ്പം വളരെ വിശാലമായ പ്രദേശങ്ങളിൽ വളരെ യൂണിഫോമായ നാശം അതായത് ഡിസ്ട്രക്ഷൻ കൈവരിക്കാനും സഹായിക്കുന്നു. ജേർണൽ ഓഫ് പ്രൊജക്ടൈൽസ് റോക്കറ്റ്സ് മിസൈൽസ് ആൻഡ് ഗൈഡൻസ് എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധം അനുസരിച്ച് ആയുധത്തിന്റെ നേരിട്ടുള്ള ഊർജ്ജ സാധ്യത തെളിയിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ ഈ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. നിയന്ത്രിത സ്ഫോടനത്തിൽ ബോംബിൽ നിന്ന് 2 മീറ്ററിൽ പീക്ക് ഓവർ പ്രഷർ 428.43 കിലോ പാസ്കലിലെത്തി. ഇത് താരതമ്യപ്പെടുത്താവുന്ന ഒരു TNT സ്ഫോടനത്തിന്റെ ഏകദേശം 40% ശക്തമായിരുന്നു. പുറന്തള്ളുന്ന ചൂടാകട്ടെ TNTക്ക് കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഈ ക്ലീൻ എനർജി ബോംബ് ഒറ്റത്തവണ പൊട്ടിത്തീരുന്ന ഒരു സ്ഫോടനം മാത്രമല്ല നടത്തുന്നത്. പകരം അതൊരു വിശാലമായ ഏരിയ കവർ ചെയ്യുന്ന ഒരു ഫയർബോൾ സൃഷ്ടിക്കുന്നു. ഈ ഒരു ഫയർബോൾ നിരവധി സെക്കൻഡ് നേരം കത്തുന്ന ചൂടിൽ തുടരുന്നു. ഈ ഒരു ചൂട് തുറന്നൊരു പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ശത്രു സൈന്യത്തെ തുടച്ചു നീക്കാൻ അനുയോജ്യമാക്കുന്നു. അതേസമയം അതിന്റെ ഊർജ്ജത്തിന് ഒരൊറ്റ ഉയർന്ന മൂല്യമുള്ള പോയിന്റിൽ കേന്ദ്രീകരിക്കാനും കഴിയും. പ്രാക്ടിക്കലി ശത്രുവിന് പ്രധാനമായുള്ള പാതകളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാൻ, റോഡുകളുടെ ഭാഗങ്ങൾ കത്തിച്ചു കളയാൻ, പവർ സ്റ്റേഷനുകളോ ആശയവിനിമയ കേന്ദ്രങ്ങളോ ലക്ഷ്യമിട്ട് അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ നശിപ്പിക്കാതെ പ്രത്യേക സ്പോട്ടുകളോ അല്ലെങ്കിൽ വ്യക്തികളെയോ ആക്രമിക്കാൻ PLAക്ക് ഈ ഒരു ബോംബ് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വർഷം ആദ്യം വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷാങ്സിയിൽ ചൈന ഒരു പ്ലാന്റ് ആരംഭിച്ചു. ചെലവ് കുറഞ്ഞ 1 പോട്ട് സിന്തസിസ് രീതി ഉപയോഗിച്ച് പ്രതിവർഷം 150 ടൺ മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. ബോംബുകൾക്ക് പുറമെ ഡ്രോണുകളിലും അന്തർവാഹിനികളിലും ഉൾപ്പെടെയുള്ള മറ്റ് ഉപയോഗങ്ങൾക്കായി ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. അപ്പോൾ ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത്.